നമ്മളെ വണ്ടിക്ക് എഞ്ചിൻ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഹാർട്ട്, അല്ലെ? ഇപ്പോഴുള്ള ആരും ഈ ഹാർട്ടിന് കെയർ കൊടുക്കാറില്ല. അപ്പോ ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ഈ ചെറുപ്പക്കാരിലെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. ഭയങ്കര വിഷമം തരുന്ന ഒരു സംഭവങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ, ഈ സ്ട്രെസ്. ഇപ്പോ സ്ട്രെസ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വണ്ടി സ്ട്രെസ് വെച്ചാൽ ഒരു ലോഡ് പോലെയാണ്. ഒരു വണ്ടിക്ക് ഒരു ആവറേജ് ലോഡുണ്ട്. ഇപ്പൊ ഒരു ലോറിയിൽ ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ 100 കിലോ ഒരു ആവറേജ് ലോഡ് കൊണ്ടുപോകും. അതിന് മുകളിൽ കൊണ്ടുപോയി ഓവർ സ്ട്രെസ് ആക്കുമ്പോൾ എന്താവും? ആ വണ്ടി നിൽക്കും, അല്ലെ? ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് ആകുമ്പോൾ നിൽക്കും. ഇതേപോലെയാണ് നമ്മുടെ ബോഡി. അപ്പൊ നമ്മുടെ ഹാർട്ട് എന്ന് വെച്ചാൽ നമ്മളെ പറഞ്ഞില്ലേ, വെഹിക്കിളിന്റെ എഞ്ചിൻ പോലെയാണ്. അപ്പൊ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് പ്രഷർ കൂടും, അതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കൂടും, അതിനനുസരിച്ച് ഒരുപാട് ഈ സ്ട്രെസ് കാരണം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം ഈ സ്ട്രെസ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ വരെ പറയുന്നു ഈ അച്ഛനമ്മയെടുത്തും എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ സ്ട്രെസ് എന്ന സംഭവം നമ്മുടെ എമോഷനായിട്ട് കണക്ഷനാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു എമോഷണൽ കൺട്രോൾ വേണം. ഈ സ്ട്രെസ് നമ്മൾ എടുക്കണോ വേണ്ടയോ, അങ്ങനത്തെ കൺട്രോൾ നമുക്ക് വേണം. അപ്പം നമുക്ക് പരമാവധി സ്ട്രെസ് അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ്, ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. മന്ത്ലി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ റെഗുലർ ആക്കരുത്. നമ്മൾ റെഗുലർ ആക്കി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മൂവ്മെന്റ് ആയ ബോഡി ആണെങ്കിൽ, ഫിസിക്കലി ആക്റ്റീവ് ബോഡി ആണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഫിസിക്കൽ അല്ലാതെ ഇപ്പൊ IT വർക്കാണ്, 9 to 6 ഫുള്ള് ഇരുന്നുകൊണ്ടുള്ള ജോബാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ ജങ്ക് ഫുഡ് നമ്മുടെ അവോയ്ഡ് ചെയ്യണം. നമ്മുടെ വേണ്ടാത്ത ക്രേവിങ്സിലോട്ട് പോവല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ വിശന്ന് കഴിക്കുന്ന വേറെ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകണു, നമുക്ക് നല്ല ഒരു മണം കിട്ടി, ഏത് ഫുഡിന്റെ. അപ്പൊ അങ്ങനെ മണം കിട്ടിയോണ്ടാണ് നമ്മൾ പോകുന്നത്, അതൊരു ക്രേവിങ്സ് എന്ന് പറയാം. അപ്പൊ ഈ ക്രേവിങ്സ്, വേണ്ടാത്ത ക്രേവിങ്സ് ഒക്കെ നമ്മൾ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ നോക്കണം. വിശന്ന് കഴിക്കുന്ന ഓക്കെ, ഈ വേണ്ടാത്ത ക്രേവിങ്സ് ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കണം. അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, എല്ലാ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ മാക്സിമം ഇതും അവോയ്ഡ് ചെയ്യണം. ഇതും നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത ഫലം ഡെപ്പോസിറ്റ് ആവാൻ കാരണമാണ്. അടുത്ത മൂന്നാമത് ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. എക്സസൈസ്, ജിമ്മിൽ പോവാം, എക്സസൈസ് ചെയ്യാം, നിങ്ങൾ ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യാം, കളിക്കാൻ പോകാം, യോഗ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകുന്നു, ജിമ്മിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് ഓവറായിട്ട് വെയിറ്റ് എടുക്കാനും, അല്ലെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു 10 റൗണ്ട് ഓടി അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടൊരു വേ ഉണ്ട്. മീൻസ് ഇന്നിപ്പം പെട്ടെന്ന് നമുക്ക് തോന്നിയാൽ ഓക്കെ, അത് പതിയെ പതിയെ വേണം അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ. ഇപ്പം ജിമ്മിൽ പോയി ഓക്കെ, ആദ്യം ചെറിയ ചെറിയ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ വെയിറ്റ് എക്സസൈസ് ആയാലും ആദ്യം ചെറിയ തുടങ്ങുക. ഒരു 5 കിലോ 10 കിലോ എടുത്ത് കയറി ഉടനെ 50 കിലോ ഒക്കെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഹാർട്ടിന് അറിയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അതുപോലെ അടുത്ത കാര്യമാണ് ഉറക്കം. ഇപ്പം ഞാൻ സഹിതം എല്ലാവരും ഉറങ്ങാൻ തന്നെ ഇപ്പോൾ ഒരു ആവറേജ് ടൈം 12 മണിയാണ് രാത്രി. എല്ലാവരും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ ഉറക്കം കുറവ്. പക്ഷെ നമുക്ക് രാവിലെ എണീക്കുകയും വേണം, ജോലിക്ക് പോകണം, കോളേജിൽ പോകണം, രാവിലെ എണീക്കണം. പക്ഷെ നമ്മൾ ഉറക്കം കുറവാണ്. ഈ ഉറക്കം കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഓട്ടോമാറ്റിക്കലുള്ള ബ്ലഡ് പ്രഷറിൽ ചേഞ്ച് വരും. നമ്മൾ ഉറക്കം കുറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മുടെ സെൽസ് ഒക്കെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടില്ല സെൽസിന്. ഇപ്പൊ നല്ല ഉറക്കം മാത്രം മതി നമ്മളെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ മാറാൻ. മീൻസ് ഒരുപാട് അസുഖങ്ങൾ മാറാൻ നല്ല ഉറക്കം മാത്രം മതി. ഇപ്പൊ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ, നമ്മളെ ബോഡി സെൽഫായിട്ട് റിപ്പയർ ചെയ്യില്ല. അതാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഉറക്കത്തിനെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫുഡ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെൽഫ് റിപ്പയർ ചെയ്യാൻ കുറച്ച് പാടാണ്. എല്ലാ എനർജിയും ആ ഡൈജഷനിലോട്ട് പോകും, അല്ലേ? അപ്പം നമ്മൾ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ബോഡി സെൽഫ് റിപ്പയർ കറക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ ഈവനിങ് സമയത്ത് മാക്സിമം വൈകുന്നേരം 7 മണിക്ക് മുന്നേ കഴിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കിടക്കാൻ സമയത്ത് കഴിച്ചുകൊണ്ട് കിടന്നാൽ നമ്മുടെ എനർജിയൊക്കെ ഡൈജഷനിലോട്ട് ചിലവാകും, നല്ല പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞു.
ലാസ്റ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്. നമുക്കിങ്ങനെ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് വേണം, എങ്കിലേ നമുക്ക് സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. ഈ ചിലർക്ക് എന്ന് വെച്ചാൽ കളിക്കുമ്പോൾ സന്തോഷം കിട്ടും, ഈ ക്രിക്കറ്റ് ആവട്ടെ ഫുട്ബോൾ ആവട്ടെ. വേറെ ചിലർക്ക് ഈ സ്വിമ്മിങ് നീന്തുമ്പോൾ കിട്ടും. എനിക്കൊക്കെ ഇങ്ങനത്തെ നല്ല സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കും, വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പുഴയുടെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, നമുക്ക് അറിയാൻ പറ്റും. നല്ല ഒരു പ്രത്യേകതരം ഒരു എനർജിയാണ്. അതുപോലെ ചിലർക്ക് നല്ല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, ചിലർക്ക് ലവറിനോട് സംസാരിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഹാപ്പി ഹോർമോൺസ് വരും. ചിലർക്ക് ഈ പടം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ആ പടം വരച്ച് അത് ഫുള്ളും പൂർത്തിയാക്കുമ്പോൾ ആ ഒരു സാറ്റിസ്ഫിക്കേഷനും ഒരു ഹാപ്പി ഹോർമോൺസ് കിട്ടും ഓട്ടോമാറ്റിക്കലി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലതും നമ്മളിപ്പം നമ്മുടെ ഭയങ്കര ബിസി വേൾഡാണ്, നമ്മൾ ബോഡിയിൽ ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു വണ്ടിയിൽ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ നമുക്ക് ബോഡിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. അതാ പ്രശ്നം. അപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള ഭയങ്കര ഡിസിപ്ലിനായിട്ട് ഇരിക്കാൻ പറയുന്നില്ല, ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് മാത്രമല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണണം. ഓക്കെ, ബൈ.